എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് നമുക്കൊരു കഥയായാലോ? നമ്മുടെ ബൈബിളിലെ പഴയ നിയമത്തിലെ ഇയ്യോബിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇയ്യോബ് ആരായിരുന്നു എന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും സന്തോഷം മാത്രമല്ല, നമുക്ക് എപ്പോഴും അപ്രതീക്ഷിതമായിട്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ കടന്നു വരുന്നത്. അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പോലും പതറാതെ ദൈവത്തിൽ മാത്രം വിശ്വസിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യന്റെ പേരാണ് ഇയ്യോബ്. ഇയ്യോബ് ആരായിരുന്നു? ഇയ്യോബ് എന്തായിരുന്നു? ഇയ്യോബിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരീക്ഷണം നേരിടേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് സാത്താൻ ഇയ്യോബിനെ പരീക്ഷിച്ചത്? ദൈവം ഇയ്യോബിന്റെ വിശ്വാസം കണ്ട് അവനെ എന്ത് ചെയ്തു എന്നതിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ എപ്പിസോഡിൽ പറയുന്നത്. നമുക്ക് നോക്കാം. ഈസ് ദേശത്ത് ഇയ്യോബ് എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം വളരെയധികം സമ്പന്നനായിരുന്നു. ബൈബിളിലെ വർണ്ണന അനുസരിച്ച് ഇയ്യോബിനെ നീതിമാനും നിഷ്കളങ്കനും ദൈവഭക്തനും എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് അധികം സമ്പത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് 7000-ഓളം ആടുകളും 3000-ഓളം ഒട്ടകങ്ങളും 500 ജോഡി കാളകളും 500 പെൺകഴുതകളും ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, അതിനെയൊക്കെ പരിപാലിക്കാനായിട്ട് ഒത്തിരി ദാസന്മാരും ദാസിമാരും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇയ്യോബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഇയ്യോബിനെ ആ നാട്ടിലുള്ള സകലരും ഇയ്യോബിനെ ബഹുമാനിച്ചിരുന്നു. അദ്ദേഹം നഗരകവാടത്തിൽ എത്തുമ്പോൾ തന്നെ അവിടുത്തെ പ്രായമായവരും മുതിർന്നവരൊക്കെ എഴുന്നേറ്റ് നിൽക്കുകയും അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ എഴുന്നേറ്റ് നിൽക്കുകയും പിന്നെ പ്രഭുക്കന്മാരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം വരുന്നത് കാണുമ്പോൾ തന്നെ അവർ മൗനം പാലിക്കുകയും ചെയ്യുമായിരുന്നു. കാരണം അദ്ദേഹം അത്രയും സമ്പന്നനായിരുന്നത് കൊണ്ട് മാത്രമല്ല, അദ്ദേഹം ആ നാട്ടിലെ പാവങ്ങളെയും അശരണരെയും ഒക്കെ അദ്ദേഹം അതുപോലെ പരിപാലിക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു ബഹുമാനവും ലഭിച്ചിരുന്നു. നമുക്കിനി ഇയ്യോബിന്റെ കുടുംബത്തെ കുറിച്ച് നോക്കാം. അപ്പോൾ ഇയ്യോബിന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 10 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിലെ 7 ആൺമക്കളും 3 പെൺമക്കളുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവരെല്ലാവരും അത്രത്തോളം സ്നേഹത്തിലും സന്തോഷത്തിലുമാണ് കഴിഞ്ഞിരുന്നത്. അതുമാത്രമല്ല, ഇവരെല്ലാവരും നീതിയിലും സത്യത്തിലും ദൈവവിശ്വാസത്തിലുമാണ് കഴിഞ്ഞിരുന്നത്. ഇനി ഈ മക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ മക്കൾക്ക് ഇയ്യോബ് വെവ്വേറെ വീടുകളാണ് ഉണ്ടാക്കി കൊടുത്തിരുന്നത്. അപ്പോൾ ഇവര് ഇടവേളകളിൽ ഈ ആൺമക്കൾ എന്ത് ചെയ്യുന്നറിയാവോ? ഇടവേളകളിൽ ഇവർ ഒരുമിച്ച് കൂടുകയും ഇവർ വിരുന്നൊരുക്കുകയും ചെയ്യും. എന്നിട്ട് അതിലേക്ക് ഈ 3 പെൺമക്കളെയും ക്ഷണിക്കും. അപ്പൊ ഇവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ വിരുന്ന് കൂടുകയും എന്നിട്ട് അതിൽ സന്തോഷമായി പങ്കെടുത്ത് പിരിയുകയും ചെയ്യും. എന്നാൽ ഇയ്യോബിനൊരു ഭയം ഉണ്ടായിരുന്നു. കാരണം മക്കൾ ഒരുമിച്ച് ഇങ്ങനെ വിരുന്നൊരുക്കുമെങ്കിലും എന്തെങ്കിലും ദൈവത്തിനെതിരായി പാപം ചെയ്യുമോ എന്ന് പേടിച്ചിട്ട് ഇയ്യോബ് ഇവർക്ക് വേണ്ടി ശുദ്ധീകരണ യാഗങ്ങളൊക്കെ കഴിക്കുമായിരുന്നു. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇയ്യോബ് ദൈവത്തെ എത്രമാത്രം അനുസരിച്ചും എത്രത്തോളം ദൈവത്തിൽ വിശ്വസിച്ചുമാണ് ജീവിച്ചിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അവര് സന്തോഷത്തോടെ ജീവിച്ചിരുന്ന സമയത്തായിരുന്നു സ്വർഗത്തിൽ ഒരു സംഭവം ഉണ്ടായിരുന്നത്. അതായത് സ്വർഗത്തിൽ ദൈവദൂതന്മാരെല്ലാവരും ഒരുമിച്ച് കൂടി. അപ്പോ അക്കൂട്ടത്തിൽ സാത്താനും വന്നു. അപ്പോ സാത്താന്റെ വരവും അവന്റെ ചിന്തയും മനസ്സിലാക്കിയ ദൈവം സാത്താനോട് ചോദിച്ചു, നീ ആരാണ്? നീ എവിടെ നിന്നാ വരുന്നതെന്ന്. അപ്പോ സാത്താൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ ഈ പ്രപഞ്ചത്തിലെ സകലയിടത്ത് സഞ്ചരിച്ചാ ഞാൻ വരുന്നത്. അപ്പോ ദൈവ സാത്താനോട് പറഞ്ഞു, നീ എന്റെ ദാസനായ ഇയ്യോബിനെ ശ്രദ്ധിച്ചോ? അവനെ പോലെ നീതിമാനും നിഷ്കളങ്കനും ദൈവഭക്തനുമായിട്ടുള്ള ഒരാളെ ഈ ലോകത്ത് ഒരിടത്തും കാണാൻ നിനക്ക് സാധിക്കില്ല. അപ്പൊ സാത്താന് ദേഷ്യമായി. അപ്പൊ സാത്താൻ ദൈവത്തോട് പറഞ്ഞു, നീ അവന് സമ്പത്തും മക്കളും കുടുംബവും ഒക്കെ കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് അവൻ നിന്നെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അനുസരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുമാത്രമല്ല, നീ അവനെ കോട്ട കെട്ടി പരിപാലിക്കുന്നുണ്ടല്ലോ. നീ അതിലൊന്ന് തൊട്ടു നോക്കിക്കേ, അപ്പോ അറിയാം അവൻ നിന്നെ കുറ്റപ്പെടുത്തുകയും തള്ളിപ്പറയുകയും ചെയ്യുമെന്ന്. ശരി, അപ്പോ ദൈവം സാത്താനോട് പറഞ്ഞു, എങ്കിൽ ഒരു കാര്യം ചെയ്തേക്ക്, നിന്നെ ഞാൻ അവനെ ഏൽപ്പിക്കുന്നു. നീ അവന്റെ സമ്പത്തിലൊക്കെ നീ അവനെ ഒന്ന് പരീക്ഷിച്ചു നോക്കുന്നു. സാത്താന് അനുവാദം കൊടുത്തു. പക്ഷേ അവന്റെ ശരീരത്തെ തൊടാൻ പാടില്ല. ശരി, അത് കേട്ടിട്ട് സാത്താൻ എന്ത് ചെയ്തു? നേരെ ഭൂമിയിലേക്ക് വിട്ടുപിടിച്ചു. അവിടെ ചെന്നിട്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇയ്യോബിന്റെ സകലതും നശിപ്പിച്ചു. അതായത് ഇയ്യോബ് വീട്ടിലിരുന്ന സമയത്ത് ഒരു ഭൃത്യൻ ഇയ്യോബിന്റെ ഒരു ഭൃത്യൻ ഓടി വരികയാണ്. ഓടി വന്നിട്ട് ഇയ്യോബിനോട് പറയുകയാണ്,
യജമാനനെ അങ്ങയുടെ 500 ജോഡി കാളകളെയും 500 പെൺകഴുതകളെയും മേയ്ക്കാൻ കൊണ്ടുപോയിരുന്ന ഭൃത്യന്മാരെയും ദാസന്മാരെയും ദാസിമാരെയൊക്കെ ശബ്ബായർ എന്ന് പറഞ്ഞ ഒരു സംഘം വന്ന് കൊന്നുകളയുകയും സകലതും നശിപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടുകൊണ്ടിരുന്ന നിമിഷം തന്നെ മറ്റൊരു ദാസൻ ഓടി വരികയാണ്. അപ്പൊ അദ്ദേഹം ഇയ്യോബിനോട് പറയുകയാണ്, യജമാനനെ, അങ്ങയുടെ 3000-ഓളം ഒട്ടകങ്ങളെ ആകാശത്തിൽ നിന്നും ഒരു അഗ്നി ഇറങ്ങി വന്ന് സകലതും നശിപ്പിച്ചു. അവര് ആ ഒട്ടകങ്ങളെ നോക്കിയിരുന്ന ഭൃത്യന്മാരെയും ദാസന്മാരെയും ഒക്കെയും നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഇതും ഇങ്ങനെ കേട്ട് നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു ഭൃത്യൻ ഓടി വരികയാ, മറ്റൊരു സൈഡിൽ നിന്ന് അടുത്തൊരു ഭൃത്യൻ ഓടി വരിക. അദ്ദേഹം പറയുകയാണ്, അങ്ങയുടെ 3000-ഓളം ഒട്ടകങ്ങളെ മേയിച്ചുകൊണ്ടിരുന്ന ദാസന്മാരെയും ദാസിമാരെയും കൽദായർ എന്ന് പറയുന്ന ഒരു സംഘം വന്ന് ഒട്ടകങ്ങളെ കൊണ്ടുപോവുകയും അവരെ ബാക്കിയുള്ള ഭൃത്യന്മാരെ കൊന്നുകളയുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ട് ഇങ്ങനെ സങ്കടത്തോടെ ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്നുള്ളൊരു സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഏറ്റവും ദുഃഖകരമായ വാർത്തയുമായി മറ്റൊരു ഭൃത്യൻ ഓടി വരികയായിരുന്നു. ആ ഭൃത്യൻ ഇയ്യോബിനോട് പറഞ്ഞു, യജമാനനെ, അങ്ങയുടെ 10 മക്കൾ ഒരുമിച്ച് കൂടി മൂത്ത മകന്റെ വീട്ടിൽ വിരുന്നിന് വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ മരുഭൂമിയിൽ നിന്ന് വലിയൊരു കൊടുങ്കാറ്റ് വന്ന് ആ വീട് തകർക്കുകയും അങ്ങയുടെ 10 മക്കളും മരിച്ചുപോയി എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടൻ തന്നെ ഇയ്യോബ് ആകെ വിഷമത്തിലായി. ഇതെല്ലാം കേട്ടിട്ടും ഇയ്യോബ് ക്ഷമയോടെ പുറത്തിറങ്ങി. അവൻ തൻ്റെ വസ്ത്രം കീറിയിട്ട് തല മുണ്ടനം ചെയ്ത് തറയിലിരുന്ന് കമിഴ്ന്നിട്ട് അവൻ ദൈവത്തെ സ്തുതിക്കുക ചെയ്തത്. എന്നിട്ട് അവൻ പറഞ്ഞു, ഞാൻ നഗ്നനായി വന്നു, ഞാൻ നഗ്നനായി തന്നെ പോകുന്നു. യഹോവ തന്നു, യഹോവ എടുത്തു. എന്നിട്ട് പോലും ഇയ്യോബ് ദൈവത്തെ തള്ളിപ്പറയുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തില്ല. അങ്ങനെ ആദ്യത്തെ ഈ പരീക്ഷണം സാത്താൻ അങ്ങ് തോറ്റു. അപ്പൊ സാത്താന് മനസ്സിലായി, ഇതിലൊന്നും ഇയ്യോബിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് സാത്താന് മനസ്സിലായി. സാത്താൻ എന്ത് ചെയ്തെന്നറിയാവോ? വീണ്ടും നേരെ ദൈവത്തിന്റെ അടുത്തോട്ട് പോയി. അപ്പൊ ദൈവത്തിന്റെ അടുത്തോട്ട് പോയപ്പോ ദൈവം വീണ്ടും ചോദിച്ചു, നീ ആരാ, എവിടെ നിന്ന് വരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ദൈവം പറഞ്ഞു, നീ എന്റെ ദാസനായ ഇയ്യോബിനെ ശ്രദ്ധിച്ചോ? അവനെ പോലെ നീതിമാനും നിഷ്കളങ്കനും ദൈവഭക്തനുമായിട്ടുള്ള ഒരു മനുഷ്യനെ ഈ ലോകത്ത് ഒരിടത്തും കാണാൻ സാധിക്കില്ലെന്ന് ദൈവം വീണ്ടും ഇയ്യോബിനെ പുകഴ്ത്തി അങ്ങ് പറഞ്ഞു. സാത്താൻ അത് ഇഷ്ടമാവോ? ഇല്ല. സാത്താൻ വീണ്ടും ദേഷ്യമായി. അപ്പോൾ സാത്താൻ പറഞ്ഞു, മനുഷ്യരൊക്കെ അങ്ങനെയാണ്, അവന്റെ സമ്പത്ത് നശിച്ചു പോയാലും അവനൊരു കുഴപ്പവും പറ്റത്തില്ല. പക്ഷെ അവന്റെ ശരീരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ അവൻ നിന്നെ തള്ളി പറയത്തുള്ളൂ എന്ന് പറഞ്ഞു. ശരി, എന്നാൽ ദൈവ സാത്താനോട് പറഞ്ഞു, ശരി അങ്ങനെ ആവട്ടെ, നീ അവന്റെ ശരീരത്തിൽ ഒന്ന് തൊട്ടു നോക്ക്, എന്നാൽ അവന്റെ ജീവനെ മാത്രം നീ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ വീണ്ടും സാത്താൻ നേരെ ഭൂമിയിലോട്ട് വന്നു. അവൻ എന്ത് ചെയ്തു? അവൻ നേരെ സമ്പത്ത് മുഴുവനും ഇയ്യോബിന് നഷ്ടപ്പെട്ടു. അവൻ ഇയ്യോബിന്റെ ശരീരത്ത് ആകെ തന്നെ വ്രണങ്ങൾ കൊണ്ട് നിറച്ചു. ആ വ്രണങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും, ആ വ്രണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി മുറിവുകളും അതിൽ നിന്ന് ഇങ്ങനെ ചോരയും നീരും ഒക്കെ പൊട്ടി ഒലിക്കാൻ തുടങ്ങി. പിന്നെ അതുമാത്രമല്ല, അതിൻ്റെ കൂടെ വേദനയും ചൊറിച്ചിലും ഇതൊക്കെ അവന് നൽകി. അപ്പൊ ഇതൊന്നും ഇയ്യോബിനെ സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. അപ്പൊ ഇയ്യോബ് എന്ത് ചെയ്തു? ഒരു ഓട്ടുപാത്രത്തിന്റെ കഷ്ണം എടുത്ത് ഈ മുറിവിലൊക്കെ ചൊറിയാൻ തുടങ്ങി. അപ്പൊ സാധാരണ ഒരു മുറിവ് വന്നാൽ അതിലെന്തെങ്കിലും നമുക്ക് ചൊറിഞ്ഞാൽ അത് നമുക്കേ സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഒരു ശരീരം ആകെ സകലം ഒരു വ്രണങ്ങളാൽ നിറഞ്ഞൊരു വ്യക്തി അതിൽ പിന്നെയും അതിനെ സഹിക്കാൻ പറ്റാതെ ചൊറിയുമ്പോൾ ആ വ്രണം എന്ത് ചെയ്യും? പഴുക്കുകയും വീണ്ടും വീണ്ടും കൂടുകയും ചെയ്യത്തുള്ളൂ. അതുമാത്രവുമല്ല, ഇയ്യോബ് എന്ത് ചെയ്ത്? ഇയ്യോബിന്റെ വീടിന്റെ പുറത്ത് കുറെ ചാരം വെച്ചിട്ടുണ്ടായിരുന്നു. ഇയ്യോബ് അതിന്റെ പുറത്ത് കയറി ഇരിക്കാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ ആശ്വാസം കിട്ടട്ടെ എന്ന് പറഞ്ഞ് ഇരിക്കാൻ തുടങ്ങി. അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് ഇയ്യോബിന്റെ ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റാത്ത വിഷമായിരുന്നു. അപ്പോൾ അവള് നേരെ വന്ന് ഇയ്യോബിനോട് പറഞ്ഞു, നീ ഇനിയെങ്കിലും ദൈവത്തെ ശപിച്ച് നീ മരിക്കുക. അവക്ക് കണ്ട് സഹിക്കാൻ പറ്റത്തില്ല. അത്രയേറെ അവള് ഒരു സൈഡ് മക്കള് എല്ലാം മരിച്ചുപോയി. അതുമാത്രമല്ല, ഭർത്താവിന് ഈ അവസ്ഥയായി. അപ്പോൾ എന്നിട്ട് ഇയ്യോബ് നേരെ അവളുടെ മുഖത്ത് വളരെ ശാന്തനായി ദേഷ്യപ്പെടാതെ അവളോട് പറഞ്ഞു, നീ ഭ്രാന്തൊന്നും പറയാതിരിക്കുക. നമുക്ക് ദൈവം നന്മ തന്നപ്പോൾ നമ്മൾ സ്വീകരിച്ചില്ലയോ? അപ്പോ തിന്മയും തരുമ്പോൾ അതൊക്കെ നമുക്ക് സ്വീകരിക്കേണ്ടേ എന്നിങ്ങനെ പറഞ്ഞ് സ്വന്തം ഭാര്യയെ ആശ്വസിപ്പിക്കുകയാണ് ഇയ്യോബ് ചെയ്തത്. അപ്പോൾ പോലും ഇയ്യോബ് ദൈവത്തെ തള്ളി പറയുകയോ ഒന്നും തന്നെ ചെയ്തില്ല.
അപ്പോൾ നമ്മുടെ സാത്താന്റെ സകല പ്ലാനും അവിടെ പൊളിഞ്ഞു. സാത്താൻ തിരിച്ചങ്ങ് പോയി. അപ്പോൾ സാത്താന് മനസ്സിലായി ഇയ്യോബിനെ ഒരിഞ്ച് പോലും തകർക്കാൻ കഴിയില്ല, അവന്റെ വിശ്വാസത്തെ തകർക്കാൻ കഴിയില്ലെന്ന് സാത്താന് മനസ്സിലായി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇയ്യോബിന്റെ ഈ വാർത്തയൊക്കെ ഇയ്യോബിന്റെ കൂട്ടുകാരൊക്കെ അറിഞ്ഞു. അങ്ങനെ ഇയ്യോബിന്റെ 3 ഉറ്റ സുഹൃത്തുക്കൾ ഇയ്യോബിനെ കാണാനെത്തി. അപ്പോ ഇയ്യോബിന്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ജ്ഞാനികളായിരുന്നു, ബുദ്ധിയുള്ളവരും നല്ല ജ്ഞാനികളും അറിവുള്ളവരും ഒക്കെ ആയിരുന്നു. എലീഫസ്, ബിൽദാദ്, സേഫർ എന്നീ 3 സുഹൃത്തുക്കളാണ് ഇയ്യോബിനെ കാണാൻ വന്നത്. ഇവരങ്ങ് ദൂരെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇയ്യോബിനെ നോക്കിയാണ്. ഇയ്യോബിനെ നോക്കിയിട്ട് അവർക്ക് ഇയ്യോബിനെ മനസ്സിലാകുന്നില്ല. കാരണം ഇയ്യോബ് വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞ്, ഇയ്യോബ് അത്രയധികം ഇയ്യോബ് ശരീരമാകെ തളർന്ന് ശോഷിച്ച് ഒരു പരുവമായിട്ടിരിക്കുക. അപ്പോൾ ഇയ്യോബിന് അവർക്ക് മനസ്സിലാവുന്നതേ ഇല്ല. കാരണം ഇയ്യോബ് സമ്പത്തുണ്ടായിരുന്ന സമയത്ത് ഒരു ഒത്ത മനുഷ്യനും നല്ല സൗന്ദര്യമുള്ളവനും ബുദ്ധിയും ജ്ഞാനവും ഒക്കെ ഉള്ള ഒരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യന്റെ അവസ്ഥ കണ്ടപ്പോ ഈ 3 കൂട്ടുകാർക്കും സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ഇവർ ഇയ്യോബിന്റെ അടുത്തെത്തി ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവരുടെ വസ്ത്രങ്ങൾ കീറി, എന്നിട്ട് തറയിൽ നിന്ന് കുറെ മണ്ണെടുത്ത് ഇവരുടെ തലയിലേക്കൊക്കെ എറിഞ്ഞു. കാരണം അന്നത്തെ കാലത്ത് അന്നത്തെ സങ്കടങ്ങൾ, അതായത് വളരെ ദുഃഖങ്ങൾ പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെയായിരുന്നു. അതിനുശേഷം 7 രാവും 7 പകലും ഇവരാരും തന്നെ ഒന്നും മിണ്ടിയില്ല. ഇയ്യോബിന്റെ കൂടെ മൗനത്തിൽ തന്നെ ഇവരും അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ 7 രാവും 7 പകലും കഴിഞ്ഞപ്പോൾ ആദ്യം ഇയ്യോബ് തന്നെ സംസാരിച്ചു. ഇയ്യോബ് എന്താണ് സംസാരിച്ചെന്നറിയാവോ? ഇയ്യോബ് പറഞ്ഞു, എന്തിനാണ് ഞാനിങ്ങനെ ജനിച്ചത്? ഞാൻ എന്തിനാണ് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഞാൻ പുറത്തു വന്ന് ഈ ലോകം ഞാൻ കണ്ടത്? അതുകൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനെ ഒരു ഗതി വന്നതെന്ന് ഇയ്യോബ് സ്വയം അങ്ങ് ശപിച്ചു. ഇയ്യോബ് ഇങ്ങനെ സ്വയം കുറ്റപ്പെടുന്നത് കേട്ടപ്പോ ഇയ്യോബിന്റെ കൂട്ടുകാരനായ സേഫർ ഇയ്യോബിനോട് പറഞ്ഞു, നീ അങ്ങനെയൊന്നും പറയണ്ട, നീ എന്തോ വലിയ പാപം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ വന്നത്, അല്ലാതെ നിനക്ക് ഇങ്ങനെ വരാൻ ഒരു വഴിയില്ല. നീ ദൈവത്തിനെതിരായി നീ എന്തോ വലിയ പാപം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇയ്യോബിന് അത് സഹിച്ചില്ല. ഇയ്യോബ് പറഞ്ഞു, നീ എന്നെ കുറ്റപ്പെടുത്താതെ, കാരണം ഞാൻ ദൈവത്തിനെതിരായി ഒരു പാപവും ഞാൻ ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് ദൈവം എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് എന്ന് ഇയ്യോബ് അങ്ങോട്ട് വാദിക്കുകയാണ്. അപ്പൊ അത് കേട്ടുകൊണ്ട് ബിൽദാദ് എന്ന് പറയുന്ന അടുത്ത സുഹൃത്ത് ഇയ്യോബിനോട് പറഞ്ഞു, ചിലപ്പോൾ നിന്റെ മക്കൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിലോ, അതുകൊണ്ടല്ലേ അവർക്ക് മരണശിക്ഷയും നിനക്കും ഈ ശിക്ഷ ലഭിച്ചത്. അപ്പോഴും ഇയ്യോബ് എതിർക്കുകയാണ്, അങ്ങനെ ഒരു തെറ്റ് ഞങ്ങൾ ചെയ്തിട്ടില്ല, ഞാൻ ദൈവത്തിനെതിരായി ഒരു പാപവും ഞാൻ ചെയ്തിട്ടില്ല, നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്താതിരിക്കൂ എന്ന് ഇയ്യോബ് വീണ്ടും അവരോട് പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് അവസാനത്തെ കൂട്ടുകാരനായ സേഫർ പറഞ്ഞു, നീ ഇങ്ങനെ അഹങ്കാരത്തോടെ സംസാരിക്കല്ലേ ഇയ്യോബേ, ചിലപ്പോൾ നീ എന്തോ വലിയ പാപം ചെയ്തിട്ടുണ്ട്, അത് ഉറപ്പാണ് എന്നിങ്ങനെ കർശനമായിട്ട് തന്നെ പറയുകയാണ്. അപ്പോൾ ഇയ്യോബിന് അത് സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഇയ്യോബ് പറഞ്ഞു, നിങ്ങൾ എന്നെ ആശ്വസിപ്പിക്കുന്നതിന് പകരം നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുകയാണോ ചെയ്തത്? ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ദൈവത്തിനെതിരെ ഒരു പാപവും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഇയ്യോബ് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇവരുടെ സംവാദമൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്ന മറ്റൊരാളുണ്ടായിരുന്നു, അതായത് പ്രായത്തിൽ കുറഞ്ഞ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു, അതായത് എലീഫസ്. ഇയ്യോബിന്റെ ഈ വാദപ്രതിവാദങ്ങളൊക്കെ കേട്ടപ്പോ എലീഫസ് എന്ത് ചെയ്തെന്നറിയാം? എലീഫസ് പറഞ്ഞു, ദൈവത്തെ അളക്കാൻ നമുക്ക് ആർക്ക് സാധിക്കില്ല, നമ്മൾ എത്രയോ ജ്ഞാനത്തിനും അറിവിനും മുകളിലാണ് ദൈവം ഒന്നും കാണാതെ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരങ്ങ് പോവുകയും ചെയ്തു. അങ്ങനെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ദൈവം നേരിട്ട് ഇടപെട്ടു. അതായത് ഒരു വലിയൊരു കൊടുങ്കാറ്റിന്റെ രൂപത്തിൽ ദൈവം ഇയ്യോബിന് പ്രത്യക്ഷപ്പെട്ടു. ദൈവം ഇയ്യോബിനോട് ഒരു കാര്യം അങ്ങ് ചോദിച്ചു. അതായത് ദൈവം ഇയ്യോബിനോട് മനുഷ്യ സൃഷ്ടിയെക്കുറിച്ചും പ്രപഞ്ച രഹസ്യത്തെക്കുറിച്ചും ചോദിച്ചു. അപ്പോഴാണ് ഇയ്യോബ് ചിന്തിച്ചത്, ഞാൻ എത്രയോ ചെറുതാണ്, ഞാൻ ഈ ലോകത്തിൽ ഞാൻ എത്രയോ ചെറുതാണ്. ഇയ്യോബ് അങ്ങനെ സ്വയമേ വിലയിരുത്താൻ തുടങ്ങി. അങ്ങനെ ഇയ്യോബ് ദൈവത്തോട് മാപ്പ് ചോദിക്കുകയാണ്. ഇയ്യോബ് സ്വയം കുറ്റപ്പെടുത്തിയതിനെ കുറിച്ച് ദൈവത്തോട് മാപ്പ് ചോദിക്കുകയാണ്. എന്നാൽ ദൈവത്തിന് ഇയ്യോബിന്റെ സുഹൃത്തുക്കളോട് ദേഷ്യം ഉണ്ടായിരുന്നു. കാരണം ഇയ്യോബിനെ ആശ്വസിപ്പിക്കാൻ വന്നവർ ഇയ്യോബിനെ ആശ്വസിപ്പിക്കാതെ ഇയ്യോബിനെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പൊ ദൈവത്തിന് അവരോട് ദേഷ്യമുണ്ടായിരുന്നു. അപ്പൊ ദൈവം ഇയ്യോബിനോട് പറഞ്ഞു, അവർക്ക് മാപ്പ് ലഭിക്കണമെങ്കിൽ നീ അവർക്ക് വേണ്ടി ക്ഷമിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇയ്യോബ് എന്ത് ചെയ്തു? ഇയ്യോബ് തന്റെ 3 സുഹൃത്തുക്കൾക്കും വേണ്ടി ദൈവത്തോട് ക്ഷമ ചോദിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവം ഇയ്യോബിന്റെ വിശ്വാസവും ഇയ്യോബിന്റെ ത്യാഗവും കണ്ടിട്ട് ദൈവം ഇയ്യോബിനെ
സമൃദ്ധമായി അനുഗ്രഹിച്ചു. അങ്ങനെ ഇയ്യോബിന്റെ കഷ്ടപ്പാടുകളെല്ലാം അവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ ഇയ്യോബിന് തൻ്റെ നഷ്ടപ്പെട്ടു പോയ സമ്പത്തിനേക്കാളും 10 മടങ്ങ് ദൈവം കൊടുക്കുകയാണ്. 14,000-ഓളം ആടുകളും 7,000-ഓളം ഒട്ടകങ്ങളും 1000 ജോഡി കാളകളും 1000 ജോഡി പെൺകഴുതകളും നൽകി ദൈവം ഇയ്യോബിനെ അനുഗ്രഹിച്ചു. അതുമാത്രവുമല്ല, തനിക്ക് നഷ്ടപ്പെട്ടു പോയ മക്കൾക്ക് പകരം ഇയ്യോബിന് 10 മക്കൾ പിന്നെയും ജനിച്ചു. അതായത് വീണ്ടും 7 ആൺമക്കളും 3 പെൺമക്കളും ഇയ്യോബിനുണ്ടായി. അതിൽ ഇയ്യോബിന്റെ പെൺമക്കൾ എന്ന് പറയട്ടെ ഈ ദേശത്തെ ഏറ്റവും നല്ല സുന്ദരികളായിരുന്നു. അങ്ങനെ ദൈവം ഇയ്യോബിന് 140 വർഷം കൂടെ കൊടുത്തു. അങ്ങനെ ഇയ്യോബ് എന്ത് ചെയ്തു? അങ്ങനെ സന്തോഷത്തോടെ പിന്നെ ആ ജീവിതം ജീവിച്ച് തീർക്കുകയും വാർദ്ധക്യം വന്ന് മരിക്കുകയാണ് ചെയ്തത്. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ഞാൻ പറയട്ടെ. നമുക്ക് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യും? നമ്മൾ തള്ളിപ്പറയും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ദൈവം നമുക്കൊരു കഷ്ടപ്പാട് തരുന്നുണ്ടെങ്കിൽ അതിലൊരു നന്മ നമുക്ക് ബാക്കി വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെ? നമുക്ക് കരുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ദൈവത്തെ തള്ളിപ്പറയുകയല്ല ചെയ്യേണ്ടത്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ദൈവത്തോട് നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമ ചോദിക്കുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ദൈവം നമുക്ക് 10 മടങ്ങ് ഇരട്ടി നമുക്ക് സന്തോഷവും നമുക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അത് നമുക്ക് ദൈവം തിരിച്ചു തരും. അപ്പോ നമുക്ക് എല്ലാവർക്കും അതിനുവേണ്ടി ദൈവത്തോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഈ കഥ ഇവിടെ ഞാൻ നിർത്തുന്നു.